ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കടുക് മാങ്ങ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ടിന്നിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇക്ക തന്നെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. നല്ല കടുക് മാങ്ങയുടെ നല്ല മണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് പാക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കവറിലായിട്ട് നല്ല ഇതിലാട്ടോ പാക്ക് ചെയ്തത്. അതുപോലെ നമ്മൾ ടിന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം പോയി മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം ടിന്നിലിട്ട് വെക്കുന്നുണ്ട്, ബാക്കി അതുപടി ഫ്രിഡ്ജിലും വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉച്ചക്കത്തെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് കുറച്ചും കൂടി മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പാനിലിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ നമ്മൾ സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ കളറൊന്ന് മാറി വരണം കേട്ടോ. അതുപോലെ നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ഓൾറെഡി പൊടികളൊക്കെ ചേർത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മളെ ബീഫും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേവാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടില്ലായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇക്ക വന്ന ടൈമിൽ വെള്ളരിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളരിക്ക ഇട്ട് മോരുകറി വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പച്ചക്കറിക്ക് അത്യാവശ്യം നല്ല റേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളരിക്കാക്കും അത്യാവശ്യം നല്ല റേറ്റായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബീഫൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് കേട്ടോ. ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർക്കാതെ വേറൊന്നും കൊണ്ടല്ല, ബീഫിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വെള്ളരിക്ക ഒന്ന് വേവിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ വെള്ളരിക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എന്തോ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്മെല്ലിനൊന്നും കുഴപ്പമില്ല, സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ചോറും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോരുകറി വെക്കാൻ വേണ്ടി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ പുറത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഐസായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളവും ചേർത്താണ് കേട്ടോ അരച്ചെടുക്കുന്നത്, എന്നാലും നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വലിയ പുളിയൊന്നുമില്ല. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വെള്ളരിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം.
ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിള വരണം. അതുപോലെ നമ്മൾ കറി നല്ല കുറുകിയിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച് പൊങ്ങി നല്ല കുറുകിയ മോര് കറിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല കുറുകിയ കറിയുമാണ്. പിന്നെ 1 മണിയൊക്കെ ആയ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഒന്ന് വിളമ്പി എടുക്കുന്നുണ്ട്. അപ്പം നല്ല ചൂട് ചോറും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും അതുപോലെ മോര് കറിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ കടുക് മാങ്ങ അച്ചാറും ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് കഴിക്കുന്ന ടൈമിൽ പറയാം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നമ്മൾ ബീഫിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവന്ന ടൈമിൽ തന്നെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. സ്മെല്ലിനൊന്നും ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ ബീഫ് ചെറുതായിട്ടൊന്ന് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ബീഫ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രൈ ആക്കി കൊണ്ടുവരുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കേടായി പോയത്. നമ്മളാണെങ്കിൽ 1.5 കിലോ എങ്ങാണ്ട് ബീഫ് കൊണ്ടുവന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയും കൊണ്ടുവന്നല്ലേ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ പണി കിട്ടിയപ്പോൾ അത് മൊത്തത്തോടെ എടുത്തങ്ങ് കളയുകയാണ് ചെയ്തത്. അതുപോലെ രണ്ടാമത് പണി കിട്ടിയ സംഭവമാണ് നമ്മുടെ ബട്ടർ. നാട്ടിൽ നിന്ന് ഉമ്മ ഒരുപാട് ബട്ടർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് പൂത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്കൊക്കെ നിന്നു, അതിന് ശേഷം പൂത്തുപോയി. അപ്പോൾ നിങ്ങൾ ബട്ടർ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒന്നെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് നെയ്യാക്കി എല്ലാം യൂസ് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൂത്ത് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിന് മുമ്പുള്ള ഇങ്ങനെ ഫുട്പാത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഭാവിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ വരെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ, നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ നടക്കുകയൊക്കെ ചെയ്തു. ആ ടൈമിലൊക്കെ ഒരു ചാറ്റൽ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.